അങ്ങനെ നമ്മുടെ സുധീഷ് പണിയൊക്കെ മാറ്റിയിട്ട് രാത്രി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഒന്നും അറിയില്ല, നമ്മുടെ രാജീവൻ വീട്ടിലേക്ക് വന്നൊന്നും അറിയാതെയാണ് അപ്പം ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് അനിയന്മാരോട് സംസാരിച്ച് വരുന്നത്. പെട്ടെന്ന് രാജീവിനെ കണ്ടപ്പോഴേക്കും നമ്മുടെ സുധീഷാണെങ്കിൽ ഞെട്ടിപ്പോണുണ്ട്. അയ്യോ, ഇയാളോടെല്ലാം നമ്മൾ വെല്ലുവിളിച്ച് പോകുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ആകെ. നേരെ മറിച്ച് നമ്മുടെ രാജീവാണെങ്കിൽ ഇതൊന്നും വീട്ടിൽ പറഞ്ഞിട്ടുമില്ല. എന്തായാലും നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നത്, എന്താണ് നീ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത്, വായ ഉള്ളിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കുകയെന്ന് പറയുന്നത്. സുധീഷിനാണെങ്കിൽ ആ ഞെട്ടൽ മാറണില്ല. സുധീഷ് വേഗം ഇരുന്നിട്ട് പിന്നെ രാജീവൻ എന്നെ നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാജീവൻ ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷെ, സുഭാഷേട്ടൻ പറഞ്ഞ പോലെ നീ ഇങ്ങനെ ഞെട്ടിയിട്ടിരിക്കണം, വേഗം ഭക്ഷണം കഴിക്കുന്നൊക്കെ രാജീവൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് വേഗം ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ രാജീവൻ സുധീഷിനോട് മോശമായിട്ട് പിന്നിൽ പറയുന്നുണ്ട്. നമ്മുടെ നിധിയുടെ മുന്നിലാണെങ്കിൽ വല്ലാതെ സ്നേഹത്തോടു കൂടിയും പെരുമാറുന്നുണ്ട്. എന്തായാലും അവസാനം രാജീവൻ നമ്മൾ നിധിയോട് പറയുന്നുണ്ട്, മോളെ നീ അവിടെ വന്നപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചില്ല എന്നുള്ളത് സത്യമാണ്, അതുകൊണ്ട് നീ ഇനി വരണം, അങ്ങോട്ട് നീ അത് നിൻ്റെയും കൂടി വീടല്ലേ, നീ എന്തായാലും ഒരാഴ്ചയ്ക്ക് അവിടേക്ക് വരണം, എന്നിട്ട് നീയും സുധീഷും കൂടി അവിടെ ഒരാഴ്ച താമസിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇതൊക്കെ സുധീഷ് കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ ഞെട്ടുണ്ട്. കാരണം നമ്മൾ രാജീവ് അവനെ വെല്ലുവിളിച്ചതാണല്ലോ, ഒരാഴ്ച കൊണ്ട് നമ്മുടെ നിധീനെ അവൻ നിന്ന് അകറ്റി കൊണ്ടുപോകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇനി എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചിട്ട് നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ സുധീഷ് രാജീവിനോട് പറയണ്ടേ, അവൾക്ക് കുറേ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്, എനിക്കാണെങ്കിൽ കുറേ ജോലിയുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് സുധീഷിനോടും നമ്മുടെ നിധിയോടും പോകാൻ പറഞ്ഞിട്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.